നമസ്കാരം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വിമർശനങ്ങളെ പ്രതിരോധിച്ച് പിണറായി വിജയനും തോമസ് ഐസക്കും ഇന്ന് രംഗത്ത് വന്നപ്പോൾ ഇ.പി. ജയരാജന് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമാണ്. അഴിമതി ആരോപണമുള്ളവർ അത് ഉന്നയിക്കട്ടെ എന്നും താൻ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. വിഴിഞ്ഞത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും അത് ഇ.പി. ജയരാജൻ ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെന്നും വി.എൻ. വാസവൻ പറയുന്നു. ദിവ്യ എസ് അയ്യരെ മാറ്റിയതൊന്നും വിവാദമാക്കേണ്ടതില്ല എന്നാണ് കെ ശൈലജയുടെ നിലപാട്. ആകെ കൺഫ്യൂഷനായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ എ സമ്പത്ത്, മുൻ CPM MP, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ BJP, ശ്രീ S ആദികേശവൻ ധനകാര്യ വിദഗ്ധൻ എന്നിവർ. ആദ്യം ശ്രീ എ സമ്പത്ത്, കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട് പാടേണ്ട അവസ്ഥയിലാണോ പ്രതിപക്ഷം? പിണറായി വിജയനും തോമസ് ഐസക്കും വി.എൻ. വാസവനും ഒരു കാര്യം പറയുന്നു, അതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യം ഇ.പി. ജയരാജൻ പറയുന്നു. കെ രാഗേഷും ജോൺ ബ്രിട്ടാസും ഒരു കാര്യം പറയുന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം കെ ശൈലജ പറയുന്നു. അപ്പോൾ വിഴിഞ്ഞത്ത് എന്ത് നിലപാട് എന്ന കാര്യത്തിൽ എത്ര നിലപാട് എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയാണോ? വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തെ സംബന്ധിച്ചുള്ളതിൽ CPM അല്ലെങ്കിൽ LDF ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷനൊന്നുമില്ല. ഈ വിഴിഞ്ഞം പോർട്ട് അതൊരു PPP മോഡല്. ഞാൻ ആദ്യം ഒരു 2-2.5 മിനിറ്റ് എടുക്കുന്നതിൽ ദയവായി ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞാനിത് ആരംഭിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി സാറ് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ 2015 ജൂൺ മാസത്തിലെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ അദ്ദേഹം അത് സ്വാഭാവികമായി അഭിലാഷിൻ്റെയും ഇവിടെ മാതൃഭൂമിയുടെ അവിടെ ആർക്കൈവ്സിൽ അതുണ്ടാവും. ഇത് ലാസ്റ്റ് ചാൻസാണ്, ഇത് മിസ്സായാൽ പിന്നീട് വിഴിഞ്ഞം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നായിരുന്നു അന്ന് ശ്രീ ഉമ്മൻചാണ്ടി ആ മീഡിയ ബ്രീഫിങ്ങിൽ അദ്ദേഹം പറഞ്ഞത്. ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം അതിൽ അദ്ദേഹം പറയുകയും ചെയ്തു, കഴിഞ്ഞ ഗവൺമെൻറ്, അതായത് VSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതും അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി ചോദ്യങ്ങൾക്ക് മറുപടിയായി. 2015 ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റേതായ ഒപ്പിടൽ നടക്കുന്നത്. ഓഗസ്റ്റ് 18 എൻ്റെ ഓർമ്മ. അതിൽ ഈ കൺസെഷനറെ സംബന്ധിച്ചുള്ളതിൽ അന്ന് അവർക്ക് നൽകിയിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ, ചില പ്രത്യേക അവകാശങ്ങൾ, അത് സംബന്ധിച്ച് CPMന് LDFനൊക്കെ തന്നെയുള്ള വിയോജനം അന്നേ രേഖപ്പെടുത്തിയിരുന്നു. വിയോജനക്കുറിപ്പായി തന്നെ അത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് നമ്മൾ പൂർണ്ണമായി റദ്ദാക്കപ്പെട്ടുകൊണ്ട് വേറൊന്നും ചെയ്യാനായി കഴിയില്ല. അങ്ങനെ റദ്ദാക്കുകയാണ് എങ്കിൽ നമ്മുടെ മുമ്പിൽ വേറൊരു അനുഭവം കൂടിയുണ്ട്. മുമ്പ് ഈ മാൽദീവ്സിൽ അവിടെ ഒരു വിമാനത്താവളം നിർമ്മിക്കുന്നതിന് ഈ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് അത്തരത്തിൽ കരാറ് കിട്ടുകയും അത് പുതുതായി വന്ന ഗവൺമെൻറ് അത് റദ്ദാക്കിയതിനെ തുടർന്ന് അവർ കോടതിയിലേക്ക് പോയി. അത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലാണ് പോയത്. അനുകൂലമായി ഇന്ത്യൻ കമ്പനിക്ക് അനുകൂലമായിട്ടാണ് കനത്ത നഷ്ടപരിഹാരമാണ് നൽകേണ്ടതായി വന്നത്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും ആഭ്യന്തരമായിട്ടുള്ള കാര്യം വേണോ വേണ്ടയോ, ആ പോർട്ട് ആര് ഓപ്പറേറ്റ് ചെയ്യണം, ഈ വിഷയങ്ങളിലല്ല. ഇപ്പൊ ഉന്നയിച്ച ആരോപണം എന്താണ്? VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയി അദാനിയെ കണ്ടു, അദാനി കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ കണ്ടു, അവിടെ ഒരു ഡീലുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സീക്രട്ടായി ഒരു ഓഹരി കൈമാറ്റം തീരുമാനിക്കപ്പെട്ടു. എന്നിട്ട് സർക്കാർ ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ്. ഇതാണല്ലോ ഉയർത്തിയ ആരോപണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഈ ആരോപണം ഉന്നയിച്ചു. പക്ഷെ ഇന്ന് ഇ.പി. ജയരാജൻ പറയാണ്, അങ്ങനെ അഴിമതി ആരോപണമൊന്നും എനിക്കില്ല, അതൊക്കെ ഉന്നയിക്കുന്ന ആളുകളോട് ചോദിക്കണം, വെറുതെ ആരോപണമൊന്നും ഉന്നയിച്ച് ഈ വികസനം തടസ്സപ്പെടുത്തരുതെന്ന് വേറൊരാൾ പറയാണ്, പ്രധാനപ്പെട്ട പാർട്ടി പദവി വഹിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിലെ കൺഫ്യൂഷനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പോർട്ട് എന്തായാലും യാഥാർത്ഥ്യമായല്ലോ, അതിൽ ഇനിയിപ്പോ തർക്കമില്ല. ഇവിടെ ഇത് സംബന്ധിച്ച് അദാനിയുടെ കയ്യിലുള്ള ഓഹരികളിൽ ഒരു വലിയ പങ്ക് ഈ MSCയുടേതായ അവരുടെ ഒരു കമ്പനിക്ക് അവർ കൈകാര്യം ചെയ്യുന്നതിൽ ആ കമ്പനിക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് വിഷയം. ആ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ സെബിയുടെ ചെയർമാൻ എഴുതിയ കത്തിൽ അക്കമിട്ട് ഈ വിഷയങ്ങൾ നിരത്തിയിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ പ്രശ്നം? ആരോടാണ് ഇത് ആദ്യം ഈ പ്രയർ കൺസെൻറ്റ് വാങ്ങേണ്ടത്? നമ്മുടെ എഗ്രിമെൻറ്റിൽ തന്നെ ഉള്ളൊരു കാര്യം അതാണ്. എഗ്രിമെൻറ്റിലുള്ളൊരു വയലേഷൻ ഇവിടെ നടന്നിരിക്കുകയാണ്. പ്രയർ കൺസെൻറ്റ് വിത്ത് ഹൂം? പ്രയർ കൺസെൻറ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് ആ കൺസെഷനർ നിർബന്ധമായി മാൻഡേറ്ററിയായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്. അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്.
ഞങ്ങളിതിനെ കാണുന്നത് ശ്രീ വി ഡി സതീശൻ്റെ മംഗലാപുരം യാത്ര, ആ യാത്ര ഇപ്പോഴും ദുരൂഹമായ ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള ആ പ്രചണ്ഡമായ പ്രചരണങ്ങൾക്കിടയിലാണ് അത്തരമൊരു കാര്യത്തിൻ്റെത്. അദ്ദേഹം അത് വ്യക്തിപരമായ ആവശ്യമെന്ന് പറഞ്ഞിരുന്നാലും അതെല്ലാം എല്ലാവർക്കും ദഹിക്കുന്ന നിലയിലല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ ഇദ്ദേഹത്തിൻ്റെ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ നിലപാടിനോടുള്ള വിയോജിപ്പ് അദ്ദേഹം തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നാം ഒരു വിധത്തിലുള്ള രഹസ്യവും ഇതിനകത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇത് സുതാര്യമായിരിക്കണം, ഇത് സത്യസന്ധമായിരിക്കണം, ഇത് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഇത് നാടിൻ്റെ സ്വത്താണ്, ഇത് രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്. കഴിഞ്ഞ ഒരു 25 കൊല്ലക്കാലത്തിനിടയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇതെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവിടെ ഒരു കുത്തക അവകാശം നൽകപ്പെടുന്ന നിലയിലേക്ക്, മൊണോപ്പൊളിയുടെ കയ്യിലേക്ക് ഇതെത്തുന്ന നിലയിലേക്ക് നമുക്കിപ്പോൾ പല കാര്യങ്ങളും ഇത് പറയുമ്പോൾ അങ്ങനെയൊന്നും എത്തില്ല. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഉണ്ടാവില്ല എന്ന കരാറിലെ കാര്യം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കരാറിൽ അന്ന് 2015 ഓഗസ്റ്റ് മാസം 17 ഒപ്പിട്ട കൺസെഷൻ എഗ്രിമെന്റ് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇത് മോണോപ്പൊളി ഉണ്ടാവില്ല, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചു. അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പനിക്ക് ക്ലോസ് 3 അനുസരിച്ച് പ്രയർ അപ്രൂവൽ വേണം. അതവർ ഓഹരി വിറ്റിട്ടില്ലല്ലോ. അപ്രൂവലിനായിട്ട് അവർ ഗവൺമെന്റിനെ സമീപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓഹരി കൈമാറ്റം നടക്കുന്നത് സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണോ അതോ സംസ്ഥാന താല്പര്യത്തിന് അനുകൂലമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരാണ് ഈ അപ്രൂവൽ കൊടുക്കേണ്ടത്. കൊടുത്തിട്ടില്ലല്ലോ. കൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ VP ജയരാജൻ പറയുന്നത് പോലെ ഇപ്പോഴേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു പദ്ധതിയെ നിർജീവമാക്കണോ എന്ന വാക്ക് EP ജയരാജന്റേതാണ്. അതല്ലേ അപ്പോൾ ശരിയായ നിലപാട്? ഞാനിതിൽ VP ജയരാജൻ പറഞ്ഞത് വ്യത്യസ്തമാണ്, MV ഗോവിന്ദൻ പറഞ്ഞത് വ്യത്യസ്തമാണ്, പിണറായി വിജയൻ പറഞ്ഞത് വ്യത്യസ്തമാണ് എന്ന അഭിലാഷ അഭിപ്രായമുണ്ടെങ്കിൽ അത് താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുകയാണ്. ഞാനിതിൽ ആരെയും പ്രത്യേകിച്ച് ഇപ്പോൾ പറയുമ്പോൾ അദാനിയുടെ കമ്പനിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആക്ഷേപമല്ല, ദയവ് ഇത് അങ്ങനെ ആരെങ്കിലും ഞാൻ ഡിഫെയിം ചെയ്ത് പറയുന്നതല്ല. എൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ ഒരുത്തൻ ഓടിളക്കി ഇറങ്ങി ഞങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ അലമാര കൊത്തി തുറന്നു. കൈയോടുകൂടി അയാളെ പിടികൂടുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇവിടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരാൾ ഹൗസ് ബ്രേക്കിംഗ് നടത്തുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. എൻ്റെ വാഹനം ഒരാൾ കുത്തി തുറന്ന് അകത്ത് കയറി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്, ഞാനത് തടയുകയാണ്. നിങ്ങളുടെ വാഹനം ഞാൻ കട്ടുകൊണ്ട് പോയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. പ്രധാനപ്പെട്ട ക്ലോസ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രയർ പെർമിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമില്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പറയുകയാണ് ഇത് ഓഹരി വിറ്റിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശരിയല്ല. അതൊരു ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ഒരു വ്യക്തി അത്തരത്തിലൊരു അഭിപ്രായം പറയുന്നതിനോട് ഞാനത് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ദേശാഭിമാനി പത്രത്തിൽ 5-ാം തീയതി MSCയുടെ ടെർമിനൽ വരും വിഴിഞ്ഞത്ത് എന്ന പേരിൽ വന്ന വാർത്തയാണ്. അപ്പോൾ എങ്ങനെ ദേശാഭിമാനി നേരത്തെ അറിഞ്ഞു? മുൻ സർക്കാരിൽ നിന്നുള്ള ആളുകൾ ആ വിവരം നൽകിയതാണ്, മുൻ സർക്കാരിൻ്റെ കാലത്തെ ഉള്ള ആലോചനയാണ് എന്ന് മുഖ്യമന്ത്രി വാദിക്കുകയും ചെയ്യുന്നു. CPMന് മാത്രം മറുപടി കൊടുത്താൽ പോരല്ലോ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി. ഒരു കൺസെഷൻ എഗ്രിമെൻ്റ് നിൽക്കുകയാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ വേണം എന്ന കാര്യം അവിടെ നിൽക്കുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്ത് ചർച്ച തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് സംസ്ഥാന താല്പര്യം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇവിടുത്തെ മർമ്മപ്രധാനമായ ചോദ്യം. ശ്രീ അഭിലാഷ്, തീർച്ചയായിട്ടും ഞങ്ങളുടെ ചോദ്യം വാലിഡാണ്. സംസ്ഥാന താല്പര്യം, ഈ രാജ്യത്തിൻ്റെ താല്പര്യം പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് മർമ്മപ്രധാനമായ ചോദ്യമാണ്. അതിന് കൃത്യമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിയമസഭയ്ക്കകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. ദേശസുരക്ഷയെ ബാധിക്കുന്ന, സംസ്ഥാന താല്പര്യത്തെ ഹനിക്കുന്ന, കുത്തകാവകാശം ഉണ്ടാകപ്പെടാത്ത തീരുമാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അതിന് വ്യതിചലിക്കുന്ന ഏത് തീരുമാനങ്ങൾ അദാനി കമ്പനിയുടെ ഭാഗത്തുണ്ടായാലും സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടെടുക്കുമെന്ന് 5 കാര്യങ്ങളെ അക്കമിട്ട് നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അത് അന്ന് സഭയിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനും അംഗീകരിച്ചിട്ടാണ് പിരിഞ്ഞത്. പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് പിണറായി വിജയന് പോലും മറിച്ചൊരു ആരോപണവും ആക്ഷേപവും ഉണ്ടായിരുന്നത്. അത് പിന്നീട് പലതരത്തിൽ പല ഉൾപ്പിരിവുകളിലൂടെ അതൊരു വലിയ വിവാദമായിട്ട് ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ വിവാദത്തിൻ്റെ അവസ്ഥ എന്താണ്? സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞതിനോട് എതിർത്തുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള KK ശൈലജയും EP ജയരാജനും പറയുന്നു.
അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പലരും പിന്തുണയ്ക്കുന്നു. CPM-നും LDF-നും തന്നെ ഇക്കാര്യത്തിൽ ഒരു യോജിപ്പുണ്ടോ? എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം നമ്മൾ ഡയറക്റ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിന് അപ്പുറത്തുള്ള പാർട്ടിയുടെ ഉൾപാർട്ടി ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഞാനിവിടെ അതൊന്നും കണക്കില്ല. CPM-ന് LDF നേതൃത്വത്തിന് തന്നെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടോ ഇക്കാര്യത്തിൽ? എന്താണ് അവരുടെ ആരോപണം? അദാനി ഗ്രൂപ്പുകാർ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം MSC കമ്പനിയുമായിട്ട് ചർച്ച നടത്തി ഓഹരി വിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അവരുടെ ടേക്ക്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അവസാനം അവർ പിടിച്ചു തൂങ്ങിയിരിക്കുന്നത് എന്താ? ദേശാഭിമാനി പത്രത്തിൽ മൂന്നാമതല്ലേ വാർത്ത വന്നുള്ളൂ. അതിനു മുമ്പ് മാതൃഭൂമിയിലും അതിനു മുമ്പ് വിചാരിക്കുന്ന എക്കണോമിക് ടൈംസ് അങ്ങനെ പത്രങ്ങളിൽ വന്നു. അതിനുശേഷമാണ് ദേശാഭിമാനിയിൽ വന്നത്. അതെ, ദേശാഭിമാനിയിൽ വന്നത് എന്നുള്ളതാണ് അവരുടെ അവസാനത്തെ പിടിച്ചു നില. ഞാൻ ചോദിക്കുന്നത്, ദേശാഭിമാനിയിൽ മൂന്നാമത് വരികയോ നാലാമത് വരികയോ എന്തോ ആവട്ടെ, പക്ഷെ കേരളത്തിൽ ദേശാഭിമാനിയിൽ പത്രത്തിൽ വാർത്ത വന്നപ്പോഴും LDF-ന്റെ നേതാക്കന്മാർക്ക് ഒരു സംശയവും തോന്നിയില്ലല്ലോ. മാതൃഭൂമിയെയും മനോരമയും ഒക്കെ ഇവർ തരാതരം പോലെ ആക്ഷേപിക്കാറുണ്ട്. മറ്റ് പത്രമാധ്യമങ്ങളെ ഇവർ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാറില്ല. ഇവർക്ക് വിശ്വാസത്തിലുള്ള 2 മാധ്യമങ്ങൾ കൈരളിയും ദേശാഭിമാനിയും മാത്രമാണ്. ആ ദേശാഭിമാനിയിൽ ജൂൺ മാസം 5-ാം തീയതി വാർത്ത വന്നിട്ട് ഇവർക്ക് ഒരു ഞെട്ടലും ഉണ്ടായില്ലല്ലോ. ജൂൺ മാസം 5-ാം തീയതി വാർത്ത വന്നിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആശങ്കയുണ്ടായോ? MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിക്ക് ആശങ്കയുണ്ടായോ? മറ്റേതെങ്കിലും CPM നേതാക്കന്മാർക്ക് ആ വിഷയത്തിൽ ഒരു സംശയമുണ്ടായോ? ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. മാത്രമല്ല 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നത് സംസ്ഥാനത്തിന് വലിയ നേട്ടമാണെന്നും അത് മുൻ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണെന്നും അതിനുശേഷം വീണ്ടും ദേശാഭിമാനി വാർത്ത എഴുതി. അപ്പോഴും അവർക്ക് തോന്നിയില്ല. പിന്നെ പിണറായി വിജയൻ പത്രസമ്മേളനം വിളിച്ച് അതിനെ എതിർത്ത് പറഞ്ഞതിന് ശേഷമാണ് ദേശാഭിമാനിയെ തിരുത്തുന്നതും CPM-ന് ഒരു ആശങ്ക ഉണ്ടാകുന്നതും. ഇതെന്താ, സൗകര്യമുള്ളപ്പോൾ മാത്രമാണ് ആശങ്ക വരുന്നത്? അതിനു മുമ്പ് ദേശാഭിമാനി പാർട്ടി പത്രം CPM-ന്റെ നേതാക്കന്മാർ പോലും വായിച്ചിട്ടില്ലേ? CPM നേതാക്കന്മാർ ദേശാഭിമാനി വായിക്കാറില്ലേ? നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞതാണോ? അത് അന്ന് ആശങ്ക ഉണ്ടായില്ല, പിന്നെയാണ് ആശങ്ക ഉണ്ടായത്. അപ്പോൾ ഇതിലൊരു നിലപാട് അവർക്കില്ല. ഇനി എന്താണ് ഇവിടുത്തെ പ്രശ്നം? സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ, ഒഫീഷ്യലി ഇൻഫോം ചെയ്യാതെ ഇങ്ങനെ ഒരു ഓഹരി ഇടപാടിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോയതിൽ സംസ്ഥാന സർക്കാരിനുള്ള അതൃപ്തി UDF സർക്കാർ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിരിക്കുന്നു. അത് അതിൻ്റെ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്. അതിനപ്പുറത്ത് എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്ന് LDF നേതൃത്വം പറഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരുത്താം. നമുക്ക് ബഹുമാനിയായ മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ആ കാര്യം ചെയ്യാമെന്ന് പറയാം. പിണറായി വിജയൻ അങ്ങനെ ഒരു ടേക്ക് ഉണ്ടോ? അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടോ? ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, അദാനി കമ്പനി കൊണ്ട്, അദാനി ഗ്രൂപ്പുകാരെ കൊണ്ട് ഇന്നതുപോലെ ചെയ്യിപ്പിക്കണം, അങ്ങനെ എന്തെങ്കിലും നിർബന്ധമുണ്ടോ? എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ? ഇന്ന് രേഖാമൂലം അവരോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ സംസ്ഥാന സർക്കാർ എന്നുള്ളതൊരു തുടർച്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ LDF UDF മാറി എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു തുടർച്ചയാണ്. പക്ഷേ ഇപ്പോൾ UDF നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇതിന് ഒഫീഷ്യലി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാട്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ? അത് പറഞ്ഞോളൂ. ശരി, അതാണ് കോൺഗ്രസ് പറയുന്നത്. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ S. ആദികേശവൻ, താങ്കൾ നേരത്തെ നമ്മൾ മുമ്പ് ഇതേ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഈ നിക്ഷേപത്തെ സ്വാഗതം ചെയ്ത ആളാണ്. അന്ന് നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റിലെ, കൺസെഷൻ കരാറിലെ ക്ലോസ് 3 അനുസരിച്ച് ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവൽ വാങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും അതിനുള്ള പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ട്. ഓഹരി വിറ്റിട്ടില്ല, അതുകൊണ്ട് പ്രയർ അപ്രൂവൽ എന്ന കാര്യം വേണമെങ്കിൽ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന അതിനേക്കാൾ ഗുരുതരമായ വിഷയമുണ്ട്. അത് ഈ കൺസെഷൻ എഗ്രിമെന്റിലെ വകുപ്പ് 5 59 ക്ലോസ് അനുസരിച്ച്, ഞാൻ ആ ക്ലോസ് വായിക്കാം. The concessionary shall also ensure and procure that no person who controls or operates any other port situated within a distance of 250 kilometers from the port Vizhinjam shall acquire control or interest in the operations or services of the port Vizhinjam, such as the share of such person exceeds 25% of such control or interest in the operations or services of port Vizhinjam. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MSC കമ്പനിക്ക് 250 കിലോമീറ്റർ റേഡിയസിൽ തന്നെ ഉള്ള തുറമുഖത്ത് 25% കൂടുതൽ സ്റ്റേക്കുള്ള എന്നുള്ളതല്ല, മുഴുവനായും അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെർമിനൽ ഉണ്ട് എന്നുള്ളതാണ് തൂത്തുക്കുടിയിൽ. അപ്പോൾ തൂത്തുക്കുടി പോർട്ടിൽ ഒരു ടെർമിനൽ നടത്തുന്ന കമ്പനിക്ക് വിഴിഞ്ഞത്ത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന പ്രശ്നം, ക്ലോസ് 59 ലംഘനം അവിടെ ഉണ്ട്. അപ്പോൾ അപ്രൂവലിനായിട്ട് ഗവൺമെന്റിനെ സമീപിച്ചാലും കൺസെഷൻ എഗ്രിമെന്റിലെ ഈ ക്ലോസ് അങ്ങനെ നിൽക്കുകയല്ലേ? അഭിലാഷ് മനസ്സിലായി. അഭിലാഷ് ഇപ്പോൾ വിവരിച്ചതും നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് പറഞ്ഞതും
കാര്യമായിട്ട് എടുക്കേണ്ട ഒബ്സർവേഷൻസ് തന്നെയാണ്. ആദ്യം ശ്രീ സമ്പത്ത് പറഞ്ഞത് ഈ പ്രയർ അപ്രൂവൽ. ആക്ച്വലി ഞാനിപ്പോൾ ഓർക്കുന്നത് ഇത്രയും വ്യക്തമായിട്ട് ഇതിനു മുമ്പ് ഞാനിത് പത്രത്തിലോ എവിടെയും വായിച്ചതായിട്ട് ഓർക്കുന്നില്ല. കാരണം ഈ എഗ്രിമെൻ്റ്, അതായത് ഷെയർ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞു എന്നുള്ള മട്ടിലായിരുന്നു ആദ്യത്തെ കുറേ നാളത്തേക്ക് ചർച്ചയും. പത്രങ്ങളൊക്കെ വായിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതും അദാണിയിൽ നിന്നും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഈ ഓഹരി കൈമാറ്റം നടത്തി കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണ ഉളവാക്കുന്ന രീതിയിലുള്ള മീഡിയ റിപ്പോർട്ട്സാണ് വന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശ്രീ സമ്പത്ത് പറഞ്ഞത് 5.3.1 ആയിരിക്കണം എന്തായാലും. അതായത് ദ കമ്പനി ഷാൽ നോട്ട് അണ്ടർടേക്ക് ഓർ എക്സിക്യൂട്ട് എന്നുള്ളതാണ് അതിൻ്റെ വിത്തൗട്ട് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദി അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുന്നത് ഈ അഗ്രിമെൻറ്റ് വായിക്കുന്നവർക്കെല്ലാം അറിയാം, കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ആസ് റെപ്രസെൻറ്റഡ് ബൈ VISL. പക്ഷേ എൻ്റെ അഭിപ്രായമാണ്, കാരണം ഇതൊരു ലീഗൽ ഇൻ്റർപ്രിട്ടേഷന് സബ്ജക്റ്റ് ടു ലീഗൽ ഇൻ്റർപ്രിട്ടേഷനാണ് അഭിലാഷ്. കാരണം ഈ 5.3.1 എൻ്റെ കാഴ്ചപ്പാടിൽ മൊത്തത്തിലുള്ള ഒരു ഡിസ്ക്ലോഷർ, അതായത് അദാണി കമ്പനി സെബിക്ക് കൊടുത്ത ഡിസ്ക്ലോഷറും അതേപോലെ അദാണി ഇത് കഴിഞ്ഞിട്ട് ഇറക്കിയ പത്രപ്രസ്താവനയിലും അവർ പറയുന്നു ഒരു എഗ്രിമെൻ്റ്, ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടു, 49% ഇന്ന മൂല്യത്തിന് ഇവർക്ക് ഓഹരി മാറ്റി നൽകാനായിട്ട്. പക്ഷേ ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഓഹരി കൈമാറ്റം ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അതിൽ തന്നെ അവർ പറയുന്നു ഓഹരി കൈമാറ്റം വിൽ ബി സബ്ജക്റ്റ് ടു ഈ അപ്രൂവൽ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. എൻ്റെ അവരെനിക്ക് തോന്നുന്നത് ഹോം മിനിസ്ട്രിയുടെ, അതായത് ദേശീയ സുരക്ഷ എന്നുള്ള ആംഗിളിലായിരിക്കണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അദാണി ഇതുവരെ ചെയ്ത ഒരു കാര്യവും നമ്മളെ കൺസെഷനെയർ എഗ്രിമെൻറ്റിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൺസെഷനെയർ എഗ്രിമെൻറ്റിൻ്റെ ഒരു വയലേഷനോ നമുക്കിപ്പോൾ ആസ് ഓഫ് നോ പറയാൻ പറ്റില്ല, വ്യക്തം. രണ്ടാമത്തെ അഭിലാഷ് പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഈ 5.9 ആണല്ലോ അഭിലാഷ് വായിച്ച് പറഞ്ഞത്, തൂത്തുക്കുടിയിലെ ഓണർഷിപ്പ്. ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അതിൽ കാര്യമുണ്ടെങ്കിൽ, കാരണം തൂത്തുക്കുടിയുടെ ഓണർഷിപ്പ് പാറ്റേൺ ശരിക്കും എനിക്കറിയില്ല, ഞാനൊന്ന് നോക്കാം. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ അല്ല. പക്ഷെ അഭിലാഷ് അതിൽ, അതായത് ആ കമ്പനി ഒരു ടെർമിനൽ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പോർട്ട് കമ്പനിയിലുള്ള ഓഹരിയും അതാണല്ലോ നമ്മൾ കണക്കാക്കേണ്ടത്. അവരുടെ റോളോ ഒന്നുമല്ല. അതിന് ഉദാഹരണം ഞാൻ പറയുന്നത്, ഇപ്പോൾ MSC കമ്പനി മാത്രമാണ് വിഴിഞ്ഞം പോർട്ട് ഉപയോഗിക്കുന്നത്. നേരത്തെ ഒരു ചർച്ചയിൽ നമ്മുടെ മാരിടൈം ബോർഡിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അതായത് 100% ആസ് ഓഫ് നൗ ഇന്നത്തെ നിലയിൽ ഈ വിഴിഞ്ഞം പോർട്ട് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ആണ്. അതും ഈ ഓഹരി ഇടപാടും തമ്മിലൊരു ബന്ധവുമില്ല. അത് വേണമെങ്കിൽ ഈ മൊണോപ്പൊളി അതും VISL അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് തീർച്ചയായിട്ടും അവരുമായിട്ട് റേസ് ചെയ്തിരിക്കണം. അതിലും അതൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 55 ദിവസമല്ലേ ആവുന്നുള്ളൂ പുതിയ മന്ത്രിസഭ വന്നിട്ട്. ഈ MSC അത് മാത്രം യൂസ് ചെയ്യുന്ന നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യത്തിൻ്റെ അല്ല, ഇപ്പോൾ അഭിലാഷ് മെൻഷൻ ചെയ്തതിൻ്റെ യൂസേജ് മാത്രമാണെങ്കിൽ ഈ 5.9 വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. തൂത്തുക്കുടിയുടെ ഓണർഷിപ്പ് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വയലേഷൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ടേക്കപ്പ് ചെയ്യണം. പിന്നെ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ്, നമുക്ക് അതായത് ഈ കേരളത്തിൽ ഈ ഒരു 49% ഒരു ഫങ്ഷൻ ചെയ്യുന്ന നടത്തിപ്പോരുന്ന ഒരു കമ്പനിയുടെ ഓഹരി മേടിക്കാനായിട്ട് അങ്ങ് അന്താരാഷ്ട്ര തലത്തിൽ ആരും ക്യൂ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റും അതേപോലെ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഹോം മിനിസ്ട്രിയും തീരുമാനിക്കുകയാണ് ഇത് വയലേഷനാണ്, അപ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരങ്ങ് പോവും. പറഞ്ഞത് നമ്മളെ ബേജാറാവണ്ട, നമ്മുടെ കയ്യിൽ ഇത് അപ്രൂവ് ചെയ്യാനും ഇതിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാനുമുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനും ഇന്ത്യ ഗവൺമെൻറ്റിനും ഉണ്ട്. നമ്മളിന്ന് അതായത് ഈ MSC വന്ന് വിഴുങ്ങുമോ നമ്മളെ, അല്ലെങ്കിൽ ഇതേപോലെ വയലേഷൻ ചെയ്ത് വേറെ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിക്കുമോ എന്നുള്ള ഒരു ഭീതിയാണല്ലോ ഈ മാതിരി കമൻസിലെല്ലാം വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ആ ഭയം
അസ്ഥാനത്താണ്. ആ ഒരു ആശങ്ക വേണ്ട. കാരണം ഇത് ഇന്ന് തന്നെ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള മുഖ്യമന്ത്രി, ഗവൺമെന്റും മിനിസ്ട്രിയും അല്ലെങ്കിൽ അവർ കൺസൾട്ട് ചെയ്തിട്ട് കോൺഗ്രസ് ഇനി ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ട് പറയാണ്. കാരണം ഈ അദാനിയെക്കുറിച്ച് നിരന്തരമായി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു നേതൃത്വം പൊളിറ്റിക്കൽ, അതിൻ്റെ ശരി തെറ്റല്ല. പക്ഷെ ഫാക്ടേഴ്സ് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവ് അദ്ദേഹം നിരന്തരമായിട്ട് അദാനി എന്നുള്ള വാക്ക് അദ്ദേഹം എത്രയോ തവണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കമ്പനി വേണമെങ്കിൽ നിരാകരിക്കാമല്ലോ, അത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കോൺസിക്വൻസസ് വിൽ ബി ഇത്രയും പൈസ മുടക്കി 8,000 കോടിയോളം എങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞ ഒരു പദ്ധതിയെ തുരങ്കം വെക്കാനായിട്ടാണോ നമ്മുടെ നേതൃത്വം ശ്രമിക്കേണ്ടത്? അതല്ല ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണോ പ്രശ്നമുണ്ടെങ്കിൽ പോലും? യെസ്, അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും വേണം, ഹോം മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം, അതുപോലെ തന്നെ ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ അപ്രൂവൽ വേണം. പോർട്ട് എന്ന് പറയുന്നത് ഒരു തന്ത്രപ്രധാന മേഖല കൂടിയാണല്ലോ. അപ്പോൾ ഇവിടെ കേരളം ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലൊരു സമിതിയൊക്കെ വെച്ച് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ ഈ ഓഹരി കൈമാറ്റം എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. അദാനിയുടെ ആണ് എന്നുള്ളത് കൊണ്ട് കേന്ദ്രത്തിന് അങ്ങനത്തെ പരിശോധനയുടെ ഒന്നും ആവശ്യം വരില്ലല്ലോ അല്ലേ? അത് അഭിലാഷിൻ്റെ അഭിപ്രായം മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അഭിലാഷേ, നോക്കൂ, BJPക്ക് ഒരു നിലപാടേ ഉള്ളൂ. അത് അദാനി ആയാലും NSE ആയാലും ട്രംപ് ആയാലും ഇനി അങ്ങ് പാകിസ്ഥാനിലെ സർക്കാരായാലും ചൈനയായാലും ഈ രാജ്യത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഏത് നിലപാടാണോ ആവശ്യം അതിനെ വളരെ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ മോദി സർക്കാർ അംഗീകരിക്കും. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാട് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും, കാരണം നരേന്ദ്രമോദിയുടെ അളിയനൊന്നും അല്ലല്ലോ അദാനി എന്ന് പറയുന്ന ആൾ. മാത്രമല്ല അഭിലാഷേ, നമ്മൾ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് അഭിലാഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ വരട്ടുവാദത്തിൻ്റെ ശവപ്പറമ്പാണ് കേരളം എന്ന് പറഞ്ഞാൽ അഭിലാഷ് വിയോജിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ വരട്ടുവാദത്തിൽ എതിർത്തു, കൊയ്ത്ത് യന്ത്രവും മെതിയന്ത്രവും വന്നപ്പോൾ നമ്മൾ എതിർത്തു, വിദേശ നിക്ഷേപം വന്നപ്പോൾ നമ്മൾ എതിർത്തു, സ്വാശ്രയ കോളേജ് വന്നപ്പോൾ നമ്മൾ എതിർത്തു. ആർക്കാണ് അഭിലാഷ ഇതുകൊണ്ട് നഷ്ടം വന്നത്? 19-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ചില ആശയങ്ങളുടെ വരട്ടുവാദക്കാർക്ക് പോലും അഭിലാഷ മാറ്റമുണ്ടായില്ലേ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദാനിയെ കറുപ്പിച്ചവർ ഭരണപക്ഷത്തെത്തുമ്പോൾ അദാനിയെ വെളുപ്പിക്കുന്നതും നമ്മൾ കണ്ടില്ലേ? ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം അഭിലാഷേ, നമ്മുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുള്ള സംവിധാനങ്ങളില്ല. ഇപ്പം നോക്കൂ, നമ്മൾ ഇപ്പം തന്നെ അദാനിയെക്കുറിച്ചുള്ള ചർച്ചയിൽ അഭിലാഷ് മാത്രമാണ് ഈ വാദം ഉന്നയിച്ചത്. ഈ രണ്ട് കൂട്ടരും അദാനി ഇന്ന് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇവർക്ക് അസ്വീകാര്യമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇവരാരെങ്കിലും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒരു വിദേശ കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് ഇപ്പം നമ്മൾ ചർച്ചയിലെത്തുന്ന ചില വാദഗതികൾ എന്താണ്? പ്രയർ പെർമിഷൻ എടുക്കേണ്ടവരോട് എടുത്തിട്ടില്ല, അത് മാത്രമാണ് ഏക തെറ്റ്. അദാനി ഇന്ന് വെളുപ്പിക്കപ്പെട്ടിരിക്കുന്നു. അദാനി കേരളത്തിലെ വികസനത്തിന് ആവശ്യമാണെന്ന് വന്നിരിക്കുന്നു. MSE എന്ന് പറയുന്ന വിദേശ കമ്പനി പോലും ഈ രാജ്യത്തിലെ തൊഴിലാളികൾ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനും സാങ്കേതിക വളർച്ചയ്ക്കും മുതൽ മുടക്കാനും അത് നാളെ കേരളത്തിന് കൈമാറാനും അവർ സന്നദ്ധമാണെങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ള ഒരർത്ഥമുണ്ട്. പിന്നെ ഈ ചർച്ച നമ്മളിപ്പോൾ ഈ ചർച്ച എടുക്കാനുള്ള കാരണം എന്താണ്? ആത്മവഞ്ചന നടത്തിയ ചില പ്രത്യയശാസ്ത്രക്കാർ സ്വന്തം അണികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ട് രാജ്യവികസനം തടസ്സപ്പെടുത്തിയാലും ഞങ്ങൾക്ക് അധികാരമാണ് വലുത് എന്ന് ആ പാവപ്പെട്ട ഒരു തലമുറയെ വഞ്ചിച്ച് അത് സ്വന്തം നേതാക്കന്മാർക്ക് പോലും ബോധ്യം വരാനും ബോധ്യപ്പെടുത്താനും കഴിയാതെ അവരാണിപ്പോൾ തെരുവീതികളിൽ അല്ലെങ്കിൽ ഈ മീഡിയയിൽ വന്ന് നമ്മളിപ്പോൾ മാതൃഭൂമിയുടെ ചാനലിലെ വിലപ്പെട്ട സമയത്തിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പാർട്ടിയുടെ ഒരു നേതാവിന് സ്വീകാര്യമായ വാദഗതികളല്ല പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോഴുണ്ടാകുന്ന നിലപാടല്ല നമ്മളിവിടെ സ്വീകരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം. രാജ്യത്തിന്റെ താല്പര്യത്തിന് ഒരു കാര്യം അഭിലാഷ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മാഗി നൂഡിൽസ് ഞാൻ പണ്ട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. മാഗി നൂഡിൽസിന്റെ ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് വിരുദ്ധമായപ്പോൾ ഒരു കരുണയും കൂടാതെ ആ ഉൽപ്പന്നങ്ങളെ ചൂളയിലിട്ട് കത്തിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്തൊരു സർക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേരളം പരിശോധിക്കട്ടെ, കരാറുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, കേരളത്തിൻ്റെ താല്പര്യത്തിന് അനുഗണമാണ് എന്ന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പരിശോധിച്ച് കേന്ദ്രത്തെ അറിയിക്കട്ടെ. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യവികാരത്തിനും എതിരല്ലെങ്കിൽ
അതിന് അപ്രൂവ് ചെയ്യപ്പെടും. അതല്ല രാജ്യത്തിന് താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ ഒരു സംശയവുമില്ല, ഞങ്ങൾ പറയുന്നു അത് നിരാകരിക്കപ്പെടും. കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുക്കില്ല. ശരി, അതാണ് BJP-യുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ ഇടവേളയിലേക്ക് പോകുന്നുണ്ട്. അങ്ങ് പറഞ്ഞു ചൈനയിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വന്നാലും പാകിസ്ഥാനിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് വന്നാലും രാജ്യ താല്പര്യത്തിന് ഗുണകരമായ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അത് നടപ്പാക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ തന്നെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ, 90-കൾ മുതൽ. ആ കാലത്ത് അന്ന് ആ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കാരണം അന്നത്തെ കേന്ദ്ര സർക്കാർ, UPA-യുടെ സർക്കാർ ഒരു ചൈനീസ് കൺസോർഷ്യത്തിന് അനുമതി നിഷേധിച്ചതാണ്. ചൈന എന്നുള്ളത് ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, ഒരു ചൈനീസ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് തന്ത്രപ്രധാനമായ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിരിക്കുമെന്ന് കണ്ട് ചൈനീസ് കൺസോർഷ്യത്തെ നിരാകരിച്ചതുകൊണ്ടാണ് പിന്നെ നീണ്ടുപോയി ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്ക് വന്ന് പിന്നെ അദാനി ഇതിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ എവിടെ നിന്ന് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വന്നാലും നടപ്പാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല തുറമുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇടവേളയിലേക്ക് പോയി. ഇടവേളയ്ക്ക് ശേഷം A. സമ്പത്ത്, നിലപാടുകളുടെ നൈരന്തര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന് സംശയം തോന്നും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ 2015 വിഴിഞ്ഞം പദ്ധതി അദാനി മുഖേന നടപ്പാക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ കരാർ ഒപ്പിട്ട സമയത്ത് കടൽ കൊള്ള എന്നാണ് അന്നത്തെ പ്രതിപക്ഷം പിണറായി വിജയന്റെയും VS അച്യുതാനന്ദന്റെയും ഒക്കെ നേതൃത്വത്തിൽ പറഞ്ഞത്. അതിനുശേഷം ഇടതുമുന്നണിയുടെ സർക്കാർ വന്നു, വിഴിഞ്ഞം പദ്ധതി തുടരുകയാണ് ചെയ്തത്. അതല്ലാതെ വേറെ മാർഗമില്ല. താങ്കൾ നേരത്തെ വിശദീകരിച്ചല്ലോ. അതിനുശേഷം വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടാണ് അവതരിപ്പിച്ചത്. LDF കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള താക്കോലായിട്ടാണ് വിശേഷിപ്പിച്ചത്. നിങ്ങൾ ഈ 2026 മെയ് മാസത്തിൽ ഭരണം ഒഴിഞ്ഞു, പിറ്റേ മാസം മുതൽ അത് വീണ്ടും കടൽ കൊള്ളയായി മാറില്ലല്ലോ. അങ്ങനെ സാധിക്കില്ലല്ലോ. ഒരു കടൽ കൊള്ള, അതിനുശേഷം പരിശുദ്ധം, അതിനുശേഷം വീണ്ടും കടൽ കൊള്ള എന്ന മോഡിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഈ MSC കമ്പനി വന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. MSCയുടെ വരവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ ഒരു മാസം മുമ്പ് വാർത്ത വന്നു എന്നുള്ളത് മാത്രമല്ല, ആ വാർത്തയുടെ ഊന്നൽ കൂടി ശ്രദ്ധിക്കണം. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. പിന്നെ 24,000 TEU കണ്ടെയ്നർ വരെ വഹിക്കാൻ കഴിയുന്ന വൻകിട കപ്പലുകൾക്ക് അനായാസം വന്നു പോകാമെന്ന സവിശേഷതയാണ് വിഴിഞ്ഞം തുറമുഖത്തെ അനന്യമാക്കുന്നതെന്നൊക്കെയാണ്. LDF സർക്കാരിന്റെ കാലത്തെ വിഴിഞ്ഞം കോൺക്ലേവിൽ തന്നെ MSC പങ്കെടുക്കുകയും ഇവിടെ ഒരു ടെർമിനൽ ഓൺ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ടാവുകയും അതനുസരിച്ച് അവർ ആ ആലോചനയുടെ കൾമിനേഷൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ആ ഓഹരി കൈമാറ്റത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇത് നേരത്തെ തുടങ്ങിയ പ്രോസസ് അല്ലേ? പൊടുന്നനവേ ഒരു മംഗലാപുരം യാത്രയെ അഴിമതിക്ക് എങ്ങനെയാ വരിക? അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉള്ള മറുപടി എന്നുള്ളതും ഇതിൻ്റെ ഈ മംഗലാപുരം യാത്രയുടെ നിജസ്ഥിതിയുമെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അത് വ്യക്തമാകുന്നതിന് ഞാൻ ഉൾപ്പെടെയുള്ള LDF-ൻ്റെ പ്രവർത്തകരോ വക്താക്കളോ അല്ല ഞങ്ങളുടെ നേതാക്കളോ എന്നുള്ളതിനപ്പുറമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അത് അനധിവിദൂര ഭാവിയിൽ ലഭ്യമാവും എന്ന് പ്രതീക്ഷിക്കാം. വിഴിഞ്ഞത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവിടെ ഞാനിത് തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറയാനിടയായത് അതിൻ്റെ നാൾ വഴികൾ നമ്മുടെ പ്രേക്ഷകർ അറിയണം എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ 2015 ഓഗസ്റ്റ് 18 ഇത് ഒപ്പുവയ്ക്കുന്ന സമയത്ത് അഭിലാഷ് ഇതിൽ ഏതാണ്ട് 7,200 ശിഷ്ടം കോടി രൂപ, അത് ഏതാണ്ട് 7,300 കോടി രൂപയുടെ വാല്യുവേഷനൊക്കെയാണ് അന്ന് അത് നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. സബ്ജക്ട് ടു കറക്ഷൻ. ഇപ്പോൾ ശ്രീ ആദികേശവനടക്കമുണ്ട്, അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് കൂടിയാണ്. ഇപ്പോൾ ഈ അദാനിയുടെ കമ്പനിയുടെ 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നുവെങ്കിൽ അത് എത്രായിരം കോടി രൂപയുടേതാണ്. ഈ ഓഹരിയുടെ വളർച്ച ഉണ്ടായി എന്നുള്ളത് ഇത് ഈ നമ്മുടെ ഈ ധനകാര്യ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പറയാറുള്ളൊരു പദപ്രയോഗമുണ്ട്. അത് ഞങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ളവർ ഞങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമല്ല. ഈ വിൻഡ് ഫോൾ പ്രോഫിറ്റ് എന്ന് പറയും. കാറ്റത്ത് ഈ ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞു വീഴുമ്പോൾ വാരിക്കൂട്ടിയെടുക്കുന്നത് പോലെ പൊതുസമ്പത്ത്, പൊതുസ്വത്ത് അങ്ങനെ ഖജനാവിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ ഈ സ്വകാര്യ സംരംഭകർക്ക് ലാഭം വേണമെന്നുള്ളത് ശരിയാണ്, അവരുടേതായിട്ടുള്ള ഉൽപ്പാദനപരമായ പ്രക്രിയകൾ നടക്കണമെന്നുള്ളത് ശരിയാണ്. ഞാനിവിടെ നിക്ഷേപത്തെയും ഓഹരി വിൽപ്പനയും രണ്ടായി കാണാൻ ആഗ്രഹിക്കുകയാണ്. വ്യത്യസ്ത അഭിപ്രായം നമ്മുടെ ചങ്ങാതിമാർക്ക് പലർക്കും ഉണ്ടാവാം. എന്തുകൊണ്ട് എന്ന് കൂടി ഞാൻ പറയാം. ഇക്കാര്യത്തെ സംബന്ധിച്ച് അഭിലാഷിന് ഓർമ്മയുണ്ടോ സബ് പ്രൈം ക്രൈസിസ് എന്നൊരു വിഷയമുണ്ടായത്? ശ്രീ ആദികേശവന് നന്നായിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ദേശസാൽകൃത ബാങ്കിൻ്റെ ഉന്നതമായ പദവിയിൽ ചുമതല നിർവഹിച്ചയാളാണ്. അദ്ദേഹം അടക്കം അന്ന് ഈ പൊതുമേഖലാ ബാങ്കുകൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകാതെ നിലനിന്നു എന്നുള്ളതിൻ്റേത് ലോക്സഭയിൽ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ പ്രണബ് മുഖർജി പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു കോട്ട് മാത്രം ഞാൻ പറയാം.
വി ഹാവ് എ ഡിഫറൻറ്റ് സിസ്റ്റം എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ സബ് പ്രൈം ക്രൈസിസിൻ്റെ കാലത്ത് ഈ ലേമാൻ ബ്രദേഴ്സ് തകർന്നു, AIG അടക്കം വല്ലാതെ ഈ തരിപ്പണമായി പോയി. ടാറ്റ AIG ഉണ്ടായിരുന്നു അഭിലാഷേ. ടാറ്റയുടെ തലവൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഓർക്കണം. താങ്ക് ഗോഡ് AIG ഹാസ് ഓൺലി 24% ഓഫ് ദ ഷെയർസ്. ടാറ്റ AIGയിൽ 24% ഓഹരി മാത്രമേ അവർക്കുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വന്നേനെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ പലതും ഇത്തരത്തിൽ ഈ ഓഹരി വിൽപ്പന എന്നുള്ളതിൽ നമ്മുടെ ഈ വസ്തു തന്നെ വിൽപ്പനയല്ലേ നടക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. തിരുവനന്തപുരത്ത് HLL, നമ്മുടെ പഴയ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ് അതിനെ വിൽക്കാനാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി. ഈ വിൽപ്പന അത് നഷ്ടത്തിലായത് കൊണ്ടല്ല, ലാഭത്തിലാണ്. പൊന്മുട്ടയിടുന്ന താറാവാണ്. അതിനെ വിൽക്കാനാണ് വെച്ചിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ LDF ഗവൺമെൻറ് തന്നെ നിയമസഭയിലും പ്രമേയം പാസ്സാക്കി. ഐകകണ്ഠേന UDF അടക്കം അതിന് അനുകൂലമായി നിന്നതാണ് നല്ലത്. എന്താണ്, ഇന്ത്യ ഗവൺമെൻറ് അത് വിൽക്കുന്നുവെങ്കിൽ കേരള സർക്കാരിന് അത് നൽകണമെന്നുള്ളത്. അതിന് ഇന്ത്യ ഗവൺമെൻറ് അടുത്തൊരു നിലപാടുണ്ട്. ഞങ്ങൾ ആർക്ക് വിറ്റാലും നിങ്ങൾക്ക് നൽകില്ല എന്നുള്ളതിൻ്റെത്. ലാഭത്തിലല്ലേ തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെയും അങ്ങനെ ആയിരുന്നില്ലേ? ഇവിടെ ഇപ്പോ ഒന്ന് കൺട്രോളിംഗ് സ്റ്റേക്ക് അല്ല, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പോൾ MSC എന്ന് പറയുന്ന കമ്പനി താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 13,000 കോടി ഇവിടെ ഓഹരി വാങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. 13,000 കോടി കേരള തീരത്ത് ഇൻവെസ്റ്റ് ചെയ്ത MSCക്ക് അത് വിജയിപ്പിക്കണം എന്നല്ലേ താല്പര്യം ഉണ്ടാവും, അല്ലാതെ അത് കളഞ്ഞിട്ട് പോകണം എന്നായിരിക്കില്ലല്ലോ. അപ്പോൾ അത് ഗ്യാരണ്ടി ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ സക്സസ് ആയിരിക്കുമല്ലോ. 2034 മുതൽ 1% തുടങ്ങി സംസ്ഥാന സർക്കാരിന് റവന്യൂ വിഹിതം കിട്ടേണ്ടതാണ്. അപ്പോൾ 2034-ലും 35-ലും 36-ലും ഓരോ % വെച്ച് കൂടി ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി അവരുടെ ഒരു ടെർമിനൽ സ്ഥാപിച്ച് ഇവിടെ മെച്ചപ്പെട്ട് നടത്തിയാൽ സംസ്ഥാന താല്പര്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടാതിരിക്കുക? നമുക്ക് പണമല്ലേ കിട്ടൂ. ഒറ്റ വാചകമേ ഉള്ളൂ അതിന് മറുപടി. ഒറ്റ വാചകമേ ഉള്ളൂ അഭിലാഷേ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു വാചകമുണ്ട്, നിൻ്റെ കയ്യിലിരിക്കുന്ന പൊതിച്ചോറിങ്ങി തന്നേരെ ഞാൻ കഴിക്കട്ടെ, നിനക്ക് വിശക്കാതിരിക്കാനുള്ള മന്ത്രം പറഞ്ഞു തരാം എന്നുള്ളതുപോലെ. ഈ ഓഹരി ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ലാഭമെല്ലാം ഉറപ്പിക്കപ്പെടുന്നു. ഇത് അദാനിയുടെ കീശയിലേക്ക് ഈ പണം വരുന്നു എന്നുള്ളത് ശരി. ഈ പണത്തിൻ്റെ മൂല്യത്തിൻ്റെ വർധനമുണ്ടായിട്ടുള്ളത് പൊതുപ്പണം കൊണ്ടാണ്. വിസിൽ എന്നുള്ള മറ്റൊരു നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ ഇത് നൽകുന്നതായിട്ടുള്ള അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇത് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? അത് കേരള സംസ്ഥാന സർക്കാരാണ്. ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ ഉദ്ഘാടനമെല്ലാം നടക്കുമ്പോൾ ഒരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ് 1 രൂപ പോലും നൽകിയിട്ടില്ല. നയ പൈസ എന്ന് ഞാൻ പറയാത്തതാണ്, അതില്ലല്ലോ. ഇപ്പോൾ 1 രൂപ പോലും വിഴിഞ്ഞത്തിന് ഈ സെക്കൻഡ് ഫേസിൻ്റെ കാര്യത്തിനെ സംബന്ധിച്ച്, ഒരുപാട് വികസനത്തിനെ സംബന്ധിച്ച്, വികസന പരിപ്രേക്ഷ്യത്തെ സംബന്ധിച്ചെല്ലാം അത്തരത്തിൽ BJPയുടെ നേതാക്കൾക്ക് പലതും പറയാൻ കഴിയും അല്ലേ? അഭിമാനിക്കട്ടെ, നമ്മൾ കേരളീയരാണെന്നുള്ള നിലയിൽ അവർക്കും ആ അഭിമാനത്തിൽ അതെല്ലാം പങ്കെടുക്കേണ്ടത് തന്നെയാണ്. നല്ല കാര്യമാണ്. 1 രൂപ പോലും രണ്ടാം ഫേസിലേക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള എല്ലാവർക്കും, ഈ കേരളീയരായിട്ടുള്ള എല്ലാവർക്കും ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. ആ ആശങ്കയാണ് ദൂരീകരിക്കപ്പെടേണ്ടത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നുമല്ല. അതുകൊണ്ടല്ല അത് കാണേണ്ടത്. ആ കണ്ണടയിൽ കൂടിയേ അത് കാണേണ്ടതില്ല. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം സാമ്പത്തിക നയങ്ങളിൽ പലപ്പോഴും ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യം സൂക്ഷിക്കുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഒരു സംവിധാനമാണ് അദാനി. അദാനിയെ അദ്ദേഹം ഒറ്റയായി കാണുന്നില്ല, മറിച്ച് മോദി അദാനി പാർട്ട്ണർഷിപ്പ് ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രിൻസിപ്പിൾഡ് പൊസിഷൻ. അദ്ദേഹം അദാനിയെ കടന്നാക്രമിക്കാറുണ്ട്. പക്ഷെ ആ അദാനിക്ക് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ബിസിനസ്സും ഷെയറും ഒക്കെ ഉണ്ടാവും. അത് ഇപ്പോൾ നമുക്ക് അത്ഭുതമായി കാണേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ അദാനിയുടെ താല്പര്യം സംരക്ഷിക്കുകയും കേരളത്തിന്റെ താല്പര്യം ഹനിക്കപ്പെടുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു എഗ്രിമെന്റിലേക്ക് പോകുമോ, ഓഹരി കൈമാറ്റത്തിലേക്ക് പോകുമോ? അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചോദ്യം. ഇപ്പൊ CPM-ന് മറുപടി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ കൺവിക്ഷൻസിന് അനുസൃതമായി ഈ കാര്യങ്ങളിൽ ഇനിയുള്ള മുന്നോട്ട് പോക്ക് വേണ്ടി വരില്ലേ ഭരണകൂടത്തിന്? അഭിലാഷേ, ഇതിൽ എനിക്ക് അഭിലാഷിൻ്റെ ഈ ചോദ്യത്തോട് എനിക്ക് ഒരു തരത്തിലുള്ളൊരു യോജിപ്പില്ല. കാരണം നമ്മൾ ഈ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സാഹചര്യം നിലവിലില്ലല്ലോ. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, അദാനി വിചാരിക്കുന്ന ഇത് BJP സർക്കാരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, ഇത് കോൺഗ്രസ് സർക്കാരാണ്. അതുതന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും എടുത്ത നിലപാട്. അദ്ദേഹം കൃത്യമായിട്ട് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി. ദേശീയ താല്പര്യങ്ങൾ, സംസ്ഥാന താല്പര്യങ്ങൾ, കുത്തക വിരുദ്ധ താല്പര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി നിരത്തിയിട്ട് പറഞ്ഞു നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള ഈ മൂവ്മെൻറ്റ്സിനുള്ള അസംതൃപ്തിയെ അറിയിച്ചു.
അതിനേക്കാൾ അപ്പുറത്ത് ബാക്കി ഇനിയിപ്പോൾ ഷെയർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യം ഇതൊക്കെ കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇനിയുള്ള ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അല്ല എന്ന് CPM-ന് പറയാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ 2024 പുതിയൊരു കുറേ കാര്യങ്ങൾ കൂടി കരാറിനോട് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ എന്താണ് നിലപാട്, അതാണ് ഇപ്പോൾ തുടരുന്നത്. അതിന് പുറത്ത് ഒരു 50 ദിവസം കൊണ്ട് VD സതീശൻ സർക്കാർ മറിച്ച ഒരു തീരുമാനവും ഒരു സൗകര്യവും അവിടെ ചെയ്തിട്ടുമില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ആക്ഷേപിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇവിടെ സമ്പത്ത് സൂചിപ്പിച്ച ഒരു ആശങ്കയുണ്ട്, ഓഹരി വിൽപ്പന നടന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് നടക്കുന്നത്. ആ ആലോചന 50 ദിവസം കൊണ്ട് നടന്നതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് വിഴിഞ്ഞത്ത് പോർട്ടുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം കോൺക്ലേവ് വരെ നടത്തിയത്. അത് നടത്തി MSC കമ്പനിക്കാർ അവിടെ വന്ന് ചർച്ച നടത്തുന്നതിന് സാക്ഷിയായിരുന്ന ആളാണ് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ എന്ന് അദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും അവസാനം ഈ 50 ദിവസത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ VD സതീശൻ സർക്കാരിനെതിരെ ആക്ഷേപിക്കുന്നു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, LDF സർക്കാരിൻ്റെ കാലത്ത് MSC കമ്പനിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ LDF നേതാക്കന്മാർക്ക് ആശങ്കയുണ്ടായിരുന്നില്ല. ദേശാഭിമാനി പത്രത്തിൽ പലവട്ടം വാർത്ത വന്നിട്ട് അത് വായിച്ച പാർട്ടി നേതാക്കന്മാർക്ക് ഒരു ഘട്ടത്തിലും ആശങ്കയുണ്ടായിരുന്നില്ല. നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് അതിനോട് അംഗീകരിച്ച് സാമട്ടിൽ ഇരുന്ന പ്രതിപക്ഷ നേതാവിന് പിറ്റേ ദിവസം മാത്രമാണ് ആശങ്ക വന്നത്. അങ്ങനെ പ്രത്യേകമായി തോന്നുന്ന ആശങ്കയിലാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സമ്പത്ത് പറഞ്ഞ കാര്യമുണ്ട്. താങ്കൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ, എന്താ നിങ്ങളുടെ സംശയം, എന്താ നിങ്ങളുടെ ആക്ഷേപം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ പുറത്തു വരാത്ത വിവരങ്ങൾ, പുറത്ത് പറയാൻ ഇപ്പോൾ സാധിക്കാത്ത വിവരങ്ങൾ, വരും ദിവസങ്ങളിൽ പുറത്തറിയാൻ സാധ്യതയുള്ള വിവരങ്ങൾ, അതാണ് LDF നേതാക്കന്മാരുടെ കൈവശമുള്ളത്. എന്നാൽ പിന്നെ അതങ്ങ് പരസ്യമായിട്ട് പറഞ്ഞുകൂടെ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഏതെങ്കിലും തരത്തിൽ VD സതീശൻ സർക്കാർ UDF-ന്റെ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം അദാനി കമ്പനിക്ക് വേണ്ടിയിട്ട് അദാനി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സഹായം ചെയ്തു കൊടുത്തായിട്ട് നിങ്ങൾക്കൊരു അറിവുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ പറയുന്നേ, അത്രയും നേരത്തെ നമുക്കത് റെക്ടിഫൈ ചെയ്യാമല്ലോ. അല്ലാതെ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന എന്തിനാ? ഒന്നുകിൽ വിവരങ്ങൾ പുറത്തു വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്തരം വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തു വിടുക. ഇതൊന്നുമില്ലാതെ വെറുതെ ശൂന്യാകാശത്ത് നിന്ന് ഒരു കാര്യം എടുത്ത് അങ്ങ് ചുമ്മാ വീശിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൃത്യമായ ഒരു സ്റ്റാൻഡില്ല, നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കും കൃത്യമായ ഒരു നിലപാടില്ല, നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ഒരു നിലപാടുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ അവസാനം ഇതിനു മുമ്പ് പല ആരോപണങ്ങളും ഉന്നയിച്ചതുപോലെ അവസാനം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM നേതാക്കന്മാർക്ക് കൃത്യമായ ഒരു പോയിന്റിൽ എയിം ചെയ്ത ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. അവരവസാനം ഒന്നിനും മറുപടി പറയാൻ പറ്റാതെ തമ്മിൽ തല്ലി അഭിപ്രായം പറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. സത്യത്തിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല അഭിലാഷേ, എന്താണ് ശരിക്കും CPM-ന്റെ പ്രശ്നം? അവർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ് അവിടുത്തെ പോയിന്റ്? നമ്മൾ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്? സർക്കാർ എന്തിനാണ് തിരുത്തേണ്ടത്? ഏത് ഇടപെടലാണ് സർക്കാർ നടത്തേണ്ടത്? എന്താണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം? ശരി, അതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ശ്രീ ആദികേശവൻ, നമ്മൾ നേരത്തെ ഈ 59 കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ തൂത്തുക്കുടി തുറമുഖം ഒരു പൊതുമേഖലയിലുള്ള തുറമുഖമാണ്, സ്വകാര്യ തുറമുഖമല്ല. വിഴിഞ്ഞത്തിന് കൊടുത്തതുപോലെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം കൊടുത്തു. പക്ഷേ വിഴിഞ്ഞം പോലെയല്ല, വിഴിഞ്ഞം ആ പണം പലിശ സഹിതം തിരിച്ചടക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തൂത്തുക്കുടി പോർട്ടലുണ്ട്. ആ തൂത്തുക്കുടി പോർട്ടലാണ് ഈ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒരു ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതനുസരിച്ച് 250 കിലോമീറ്റർ റേഡിയസിനകത്ത് പെടുന്നു തൂത്തുക്കുടി തുറമുഖം എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലോസ് 59 അനുസരിച്ച് MSCക്ക് ഇവിടെ നിക്ഷേപിക്കാൻ പറ്റില്ല എന്ന വാദം ഉയരുന്നത്. അതെങ്ങനെ പരിഹരിക്കും സർക്കാരുമായുള്ള ചർച്ചയിലേക്ക് പോകുമ്പോൾ? അഭിലാഷ്, അതായത് ഞാൻ ഒന്നുകൂടി 5.9 വായിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യം 5.9-ൽ ആദ്യം ദ കൺസെഷനെയർ ഷാൽ നോട്ട് either directly or through associates control or interest, acquire control or interest in the operations of any other port. അതായത് അദാനി കമ്പനി, അദാനി വിഴിഞ്ഞം AVPPL എന്ന് പറയുന്ന കമ്പനി 250 കിലോമീറ്റർ ചുറ്റളവിൽ കൺട്രോളിംഗ് സ്റ്റേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തത്, കൺസെഷനെയർ ഷാൽ ഓൾസോ എൻഷുവർ ആൻഡ് പ്രൊക്യൂർ that no person who controls or operates any other port situated within distance of 250. Key word, അഭിലാഷ് പറഞ്ഞ കാര്യം ശരിയാണെങ്കിലും key word is port, not terminal. അതായത് ട്യൂറ്റുക്കുറിൻ പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിയതാണ്, എനിക്ക് നേരത്തെ ഇതറിയില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കാം. 3 ടെർമിനലുണ്ട്. ഇപ്പം നമ്മൾ അഭിലാഷ് പറഞ്ഞ പ്രകാരം തന്നെ എന്താണ് അവിടെ നടന്നിരിക്കുന്നത്? 3 ടെർമിനലിലെ ഒരു ടെർമിനൽ
ആ നടത്തുന്ന കമ്പനിയുടെ 49% ഈ MSC മേടിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അതുപോലും അത് ശരിയാണെന്ന് വയ്ക്കൂ, ശരിയാണ്. കാരണം 5.9 ഡസൻ കോസ്റ്റ് എനി വയലേഷൻ. അഭിലാഷ്, ഈ ഞാൻ പറയുന്ന കാര്യം അംഗീകരിക്കുമെങ്കിൽ ഇപ്പം തന്നെ പറയാം. ഞാൻ പറയുന്നത് 5.9 പറയുന്നത് അനദർ പോർട്ട് എന്നാണ്, ടെർമിനൽ അല്ല. അവിടെ ട്യൂട്ടുക്കോറിനിൽ അഭിലാഷ് പറഞ്ഞ പോലെ സംഭവിച്ചിരിക്കുന്നത് ഒരു ടെർമിനൽ മാത്രം. ടെർമിനലിൻ്റെ കംപ്ലീറ്റ് 49 അല്ല 100% എടുത്താലും 5.9ൻ്റെ വയലേഷൻ അല്ല. കാരണം 5.9 വളരെ വ്യക്തമായിട്ട് പോർട്ട് എന്ന് പറയുന്നുണ്ട്, ടെർമിനൽ എന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന ആൾക്കാർക്കും വ്യക്തമായി കാണുന്നു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അഭിലാഷ് ആദ്യം അവതരിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചതും എനിക്കും ആദ്യം ശരിയാണല്ലോ എന്ന് തോന്നിയതുമായ ആ ഒരു വയലേഷൻ ലീഗലി നോക്കുമ്പോൾ വയലേഷനേ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി അഭിലാഷിന് എന്തെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ബിക്കോസ് ഞാൻ പറയുന്നത് നമ്മുടെ എഗ്രിമെൻറ്റിലെ കീവേഡ് പോർട്ട് എന്നാണ്. പോർട്ടിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇത് അനുവദനീയമല്ല. ടെർമിനലിൻ്റെ കൺട്രോളാണ് ആക്ച്വലി ഉള്ളത്. അതുകൊണ്ട് ഇത് വയലേഷൻ അല്ല. ഓക്കെ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സർക്കാരുമായുള്ള ചർച്ചയിൽ ഉന്നയിക്കാൻ പോകുന്ന അദാനി കമ്പനി ഉന്നയിക്കാൻ പോകുന്ന വാദം ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ 49% സ്റ്റേക്ക് വിൽക്കാം, അത് MSCക്ക് കൈമാറാം, അതിൽ ലീഗലി ഈ പറഞ്ഞ കൺസെഷൻ എഗ്രിമെന്റ് അനുസരിച്ച് യാതൊരു തരത്തിലുള്ള വയലേഷനും ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും വാദം. അപ്പോഴും ശ്രീ ആദികേശവൻ, സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാരും ഈ കമ്പനിയും തമ്മിലുള്ള ചർച്ചയിൽ അതൊരു വിഷയമായി ഉന്നയിക്കാം. ഒരു തരത്തിലുള്ള നെഗോസിയേഷൻ അനുസരിച്ച് ആ അർത്ഥത്തിൽ കുറെ കൂടി സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലൊരു സമ്മർദ്ദമാകാമല്ലോ ആ 5.9 ചൂണ്ടിക്കാണിച്ച് ആ വാദം ശരിവെച്ചാൽ പോലും. അതെ 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 അഭിലാഷ്, അവിടെയാണ് ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശം വിട്ടുപോയതും. 2 കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം, അതായത് ഈ ചർച്ച നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഭാഗ്യവശാൽ നമ്മുടെ രാജ്യ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് ഇന്ന് പൊതുധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും നമ്മളെ മെച്യൂരിറ്റി ഓഫ് ഡെമോക്രസി ആയിട്ട് ഞാനതിനെ കാണുന്നു. രാജ്യ താല്പര്യം ബലി കഴിച്ചുകൊണ്ട് ഒരു പാർട്ടിയും ഇവിടെ ഒരു കാര്യവും ചെയ്യൂല, അതായത് കോൺഷ്യസ്ലി. പിന്നെ കമേഴ്ഷ്യൽ ആകുമ്പോൾ അഥവാ ഈ മേൽനോട്ട കുറവ് കൊണ്ട്, അതായത് ഓവർസൈറ്റിൻ്റെ അഭാവം കൊണ്ട് ചിലപ്പോൾ രാജ്യ താല്പര്യങ്ങൾ ബലി കഴിക്കപ്പെട്ടേക്കാം. അത് ഞാൻ പറയുന്നത് ഒരു ഉന്നം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം അഭിലാഷ്, അതായത് ഇതിൻ്റെ വാല്യുവേഷൻ അതും വന്നല്ലോ. അതായത് ഈ MSC 49%-ന് 13,000 കോടി കൊടുക്കാൻ തീരുമാനിച്ചത് മൊത്തം ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ വാല്യുവേഷൻ നടത്തിയപ്പോൾ 8,000 കോടി അല്ലെങ്കിൽ 8,800 കോടി ആണല്ലോ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുതൽ മുടക്ക് ഇതിൽ വന്നിരിക്കുന്നത്. ഷെയർ കുറച്ച് സെൻട്രൽ സ്റ്റേറ്റും അദാനിയും ഒക്കെ വ്യത്യസ്തമായിട്ടുണ്ട്, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഈ 8,800ൻ്റെ മൂല്യം ആസ് ഓഫ് നൗ MSC കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 28,000 കോടിയായി, അതായത് 2.9 ബില്യൺ. ശരിക്കും എല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ്. ഒരു പടി കൂടി മുന്നോട്ട് പോയാൽ ശരിക്കും പറഞ്ഞാൽ കേരള സംസ്ഥാനം എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യം, VISL എന്ന് പറയുന്ന നമ്മുടെ ഓണർഷിപ്പിൽ 100% സംസ്ഥാന ഗവൺമെൻറ് ഓണർഷിപ്പുള്ള കമ്പനിയിൽ 25% ഇതേപോലെ ആർക്കെങ്കിലും കൊടുത്താൽ നമുക്കൊരു മൂല്യം കിട്ടുന്നുണ്ടെങ്കിൽ അതും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് ഈ മെജോറിറ്റി ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 51%. അതാണ് അവർ ചെയ്ത്. അത്രയും മതി, കൺട്രോൾ ചെയ്യാൻ പറ്റും. 49 പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൺട്രോൾഡ് ഡെഫിനിഷൻ കമ്പനീസ് ആക്ടിലും ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ മൂല്യവർദ്ധനവ് ശരിക്കും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബെനിഫിറ്റിനും വേണ്ടി ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. VISLും ഇതിൽ പാർട്ട്ണറാണല്ലോ. ലാൻഡ് ഇപ്പം നമ്മുടെ ഓണർഷിപ്പിലാണ്, മോർഗേജ് ആണ്. ലാൻഡ് ഓണർ ഒരു മോഡലിൽ ഇതിൽ വന്നേക്കുന്നത്. ഞാൻ പറയുന്നത് അതിൽ 25 ബുദ്ധിയുള്ള സർക്കാരാണെങ്കിൽ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് നല്ലവണ്ണം മുതലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കേരളം, ഞാൻ LDF UDF എന്ന് പോലും പറയില്ല, കേരളം 25% ഞങ്ങളെ വിട്ടുതരാൻ തയ്യാറാണ്. വാല്യൂ കിട്ടുന്നത് നമ്മുടെ ഖജനാവിന് മുതൽക്കൂട്ടാവില്ലേ? എന്തെങ്കിലും ദോഷമുണ്ടോ? 75% നമ്മുടെ കയ്യിൽ നിൽക്കും. മൂന്നാമത്തത്, ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ CAGയുടെ കമൻറ്റ് ഉൾപ്പെടെ സുതാര്യതയുടെ കുറവുണ്ട്. അതായത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അസംബ്ലിയിലോ PSC ഞാൻ റിപ്പോർട്ട്സൊക്കെ നോക്കി, PSCയിലോ ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ചർച്ച ഈ കൺസെഷൻ എഗ്രിമെൻറ്റിനെ കുറിച്ചോ CAG റിപ്പോർട്ട്സ്
റിപ്പോർട്ട്സിനെ കുറിച്ച് വന്നിട്ടില്ല. ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് ഏതോ ആയിക്കൊള്ളട്ടെ നല്ലൊരു അവസരമാണ് ആ CAG റിപ്പോർട്ട്സിൻ്റെ കമൻസും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളും സ്വമേധയാ അസംബ്ലിയുടെ മേശപ്പുറത്ത് വയ്ക്കുക, സുതാര്യത ഉറപ്പാക്കുക, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുക, എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നിൽക്കുക ഒറ്റക്കെട്ടായിട്ട്. ഞാൻ പറഞ്ഞ പോലെ അതിനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ കുറച്ച് കാണേണ്ട ഒരാവശ്യവുമില്ല. ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അതേസമയം ഇതുവരെ മുതൽ മുടക്കിയ കാശ് കളഞ്ഞു കുളിക്കാതെ ഈ എന്താണ് MSC മറ്റേ അന്താരാഷ്ട്ര കുത്തക രാജ്യത്തിലെ കോൺഗ്ലോമറേറ്റ് എന്നൊക്കെ ആ ഭാഷയൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ശരിയോ തെറ്റോ എന്നുള്ളത് മേ ബി മറ്റേ എന്താണ് ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് മാവോ പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ. അതായത് അദ്ദേഹം പറഞ്ഞു ഇത് ഇറ്റ്സ് ടു ഏർലി ടു ഇവാലുവേറ്റ് ദി ഇമ്പാക്ട് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ വിഴിഞ്ഞത്തിനും പ്രോബബ്ലി ശരിക്കും എന്തായിരുന്നു ശരി എന്തായിരുന്നു തെറ്റെന്ന് പറയാൻ പറ്റുക ശരിക്കും നല്ല അർത്ഥത്തിൽ ചിലപ്പോൾ 30 വർഷം 40 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം എന്നുള്ള വസ്തുത കൂടി നമ്മൾ മറക്കരുത്. ഒരു പെർസ്പെക്റ്റീവ്. ജയേന്ദ്രൻ, ഇവിടെ ഇപ്പോൾ ഒന്ന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നല്ല രീതിയിൽ വരുമാന മാർഗമായി മാറുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. നികുതി ഇനത്തിലാണ് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. നമുക്ക് തൊട്ടടുത്ത് തന്നെ കൊളംബോ പോർട്ട് ഒരു പ്രധാനപ്പെട്ട പോർട്ടാണ്. അപ്പോൾ കൊളംബോയോടും ജബൽ അലിയോടും സിംഗപ്പൂരിനോടും ഒക്കെ കിടപിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പോർട്ടായി വരും എന്നിങ്ങനെ നമ്മൾ ഈ പത്രഭാഷയിൽ ആലങ്കാരികമായി ഒരുപാട് കുറേ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കപ്പൽചാലിൽ നിന്നുള്ള വളരെ അടുത്ത 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള സാന്നിധ്യം തൊട്ട് പല ഘടകങ്ങൾ, സ്വാഭാവിക ആഴമുള്ള കടൽ എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇത് ഭാവി വികസനത്തിനുള്ളൊരു വലിയ സൂചന എന്ന നിലയിൽ കൂടി അതിനെ കാണേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിനനുകൂലമായ സമീപനമായിരിക്കുമോ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ എടുക്കുക? തീർച്ചയായിട്ടും അഭിലാഷേ, അല്പം കൂടി ചരിത്രം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നെനിക്ക് തോന്നുന്നു അഭിലാഷേ. 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. 2013 ഈ പോർട്ട് വികസിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം അദ്ദേഹം ടെൻഡർ ക്ഷണിച്ചു. അഭിലാഷിന് ഓർമ്മയുണ്ടാകും, ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഇന്ന് ചിലർ സങ്കടപ്പെടുന്നുണ്ട് ഇതിൽ ആർക്കൊക്കെയോ ലാഭമുണ്ടായിപ്പോയി എന്നുള്ളത്. അന്ന് പറഞ്ഞ കാരണം ഇത് ഓഖി ദുരന്തം നടന്ന മണ്ണാണ്, ഇത് സുനാമി സാധ്യതയുള്ള പ്രദേശമാണ്, അതുകൊണ്ട് വരാൻ തയ്യാറായില്ല. അതെ, ഏതായാലും ശരി, ആ പ്രദേശത്ത് മുതൽ മുടക്കാൻ പലരും പിന്നീട് തയ്യാറായില്ല. 2015 ഒരർത്ഥത്തിൽ നമ്മൾ അദാനിയെ ക്ഷണിച്ചുകൊണ്ട് വരുമ്പോൾ അന്നും അത് ആർക്കും വലിയ റിസ്ക് എടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല അഭിലാഷേ. പക്ഷേ ഇന്നത് വളർന്ന് വികസിച്ചിരിക്കുന്നു. അവർക്ക് ലാഭമുണ്ടായി എന്ന് കരയുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, സർ, ഇത് നേരത്തെ 2040 ഫിനാൻസ് ബിൽട്ട് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന കണ്ടീഷനിലായിരുന്നു ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടത്. പിന്നീട് ഇന്ന് വിമർശിക്കുന്നവരാണ് അത് 2080 വരെ രണ്ടാം ഘട്ട സെക്കൻഡ് ഫേസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി അദാനിയുമായിട്ട് കരാർ ഒപ്പിട്ടത്. അപ്പോഴും ഞാൻ പറയുന്നു, ഇതിൻ്റെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷേ, ഇതിൻ്റെ ഇപ്പോഴും ബഹുഭൂരിപക്ഷം ഓണർ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനങ്ങളും അല്ലേ. അന്നത്തെ തുച്ഛമായ ആർക്കും വേണ്ടാത്ത പോർട്ടിൻ്റെ മൂല്യം ഇത്ര വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ പൊതുസ്വത്തിൽ വർധനമുണ്ടായിട്ടില്ലേ? 2080 കഴിഞ്ഞാൽ ഈ മുടക്കുന്ന തുക മുഴുവൻ നമുക്ക് കിട്ടാൻ പോകുന്നതല്ലേ. ആ കരാറിനിടയാക്കി അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് സ്വാഭാവികമാണ്. പിന്നെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്, ചിലർ ഈ ഒരു തരം വരട്ടുവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നോക്കൂ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചപ്പോൾ മിണ്ടാത്തവർ കേരളത്തിലെ അന്തസ്സിനെ പോലും പരിഗണിച്ചോ എനിക്ക് തോന്നുന്നില്ല. ഇരുമ്പ് കസേരയിരുന്നൊരു മുഖ്യമന്ത്രി വിദേശ മാർക്കറ്റിൽ ചെന്ന് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിലയിടിപ്പോൾ ഓഹരി വിൽപ്പന അത്ര വലിയ തെറ്റാണോ സമ്പത്തെ? ഞാൻ താങ്കളോട് ചോദിക്കുന്നു, കോവളം കൊട്ടാരം ഹോട്ടലിനെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? അത് കേരളത്തിൻ്റെ പൊതുസ്വത്തായിരുന്നില്ലേ? അത് ഇന്ന് കേരളത്തിൻ്റെ കൈവശമുണ്ടോ? അതാരാണ് വിറ്റത്? എന്തെങ്കിലും ടെൻഡർ എങ്ങാൻ മേടിച്ചിട്ടാണോ? രണ്ടാമത്, താങ്കൾ കോമൺവെൽത്ത് എന്നൊരു സ്ഥാപനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കോഴിക്കോട്ടൊരു വലിയ കണ്ണായ സ്ഥലത്ത് കുറേ ഭൂമിയുണ്ട് സമ്പത്തെ. അത് അവസാനം അത് വിറ്റു എന്നത് ആരുടെ കയ്യിലാണ് എന്നൊന്നും ഞാനിപ്പോൾ വിവാദം ഉണ്ടാക്കുന്നില്ല. അവസാനം അത് കോടതിയും നമ്മുടെ രാഷ്ട്രപതിയും ഒപ്പിട്ടുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു.
എന്തേ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചവർ ഒരു ചെറുവൽ അനക്കിയില്ല? ശരി. മാത്രമല്ല, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് MCCയുമായിട്ട് വിദേശ നിക്ഷേപത്തിന് ഒപ്പിട്ടപ്പോഴും ഇതൊന്നും നമ്മൾ പറഞ്ഞില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഒരു തെറ്റുകൾ തിരുത്തുകയായിരുന്നു നമ്മൾ. കമ്പ്യൂട്ടറിനെ എതിർത്തതിൻ്റെ ഫലമായി കേരളത്തിലെ യുവജനതയുടെ വികാസത്തെയും തൊഴിലവസരങ്ങളെയും അന്ന് തടഞ്ഞവർ 10-15 കൊല്ലം കഴിഞ്ഞൊരു മാപ്പ് പറയുമ്പോൾ നഷ്ടപ്പെട്ടത് ആര് തിരിച്ചു നൽകും അഭിലാഷേ? ശരി. ഇവിടെയും നമ്മളിപ്പോഴും ഈ തരത്തിൽ, നമ്മൾ ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ, ഒരു വലിയ ആനയെ കണ്ടപ്പോൾ ഒരു പരുന്ത് പറഞ്ഞു അത്രേ, ഒറ്റ ഞാൻ ഒറ്റുമായിരുന്നു. മലബാറിൽ ഒറ്റുക എന്ന് പറഞ്ഞാൽ റാഞ്ചുക, വെക്കാൻ സ്ഥലമില്ല, പറ്റിയൊരു മരമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴുകുകയാണ്. കേരളത്തിൽ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ടിന്റെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല അഭിലാഷേ? പക്ഷെ ഉപയോഗപ്പെടുത്താനുള്ള കെൽപ്പുള്ള, സാമ്പത്തിക സ്ഥിതിയുള്ള, ആസൂത്രണ മികവുള്ള സർക്കാരുകൾ ഉണ്ടായിരുന്നില്ല. അവർ മറ്റുള്ളവരുടെ സഹായം തേടി അവർ വന്നു. ആ കരാർ ഉണ്ടാക്കിയവരെയും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വിമർശിക്കുന്നില്ല. അവർ നല്ല കാര്യം ചെയ്തു. ഫിനാൻസ്, ബിൽറ്റ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, അത് ഭാവിയിലെ കേരളത്തിന്റെ സ്വത്തല്ലേ? ഭാവിയിൽ കേരള സർക്കാരിന് കൈമാറാവുന്ന അല്ലെങ്കിൽ കൈമാറേണ്ട, കരാർ അനുസരിച്ച് കൈമാറേണ്ട പോർട്ടാണ് വിഴിഞ്ഞം. അതിപ്പോ ഫിനാൻസ് ചെയ്യുന്നതും ബിൽറ്റ് ചെയ്യുന്നതും അദാനി വിഴിഞ്ഞം കമ്പനിയാണ് താൻ. സമ്പത്ത്, ഈ നിക്ഷേപം അല്ലെങ്കിൽ ഷെയർ വിൽപ്പന നടന്നാൽ എന്ത് പറ്റും? അതിൽ MSCക്ക് ലാഭം ഉണ്ടാകുമോ, അദാനിക്ക് ലാഭം ഉണ്ടാകുമോ എന്ന പോയിന്റിനപ്പുറത്ത് വിഴിഞ്ഞത്തിന് സംഭവിക്കും. അതാണല്ലോ ഒരു പ്രശ്നം. ഇപ്പോൾ കോമൺ യൂസർ ഫെസിലിറ്റി എന്നുള്ളത് ഈ കൺസഷൻ എഗ്രിമെന്റിൽ ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇല്ലാതെ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ അപ്രൂവൽ കൊടുക്കണമെങ്കിൽ ഉറപ്പാക്കേണ്ട 5 കാര്യം: 1, നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ; 2, കേരളത്തിൻ്റെ താല്പര്യത്തെ, പൊതു താല്പര്യത്തെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ; ഫെയർ കോമ്പറ്റീഷൻ അവിടെ അനുവദിക്കുമോ, മറ്റ് കമ്പനികൾക്ക് സമാനമായ വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമോ; 4, ഭാവിയിലെ ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും തടസ്സം വരുമോ; 5, വികസന പ്രവർത്തനങ്ങൾക്ക്, ഭാവിയിൽ ഈ തുറമുഖം വികസിപ്പിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമോ ഇൻവെസ്റ്റ്മെന്റിനോട്. ഈ 5 കാര്യം പരിഹരിച്ച് 5 കാര്യത്തിലും എന്താണോ സംസ്ഥാന താല്പര്യം അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അത് നോക്കിയാൽ പോരെ? അഭിലാഷേ, ഞാൻ ആദ്യത്തെ 1 മിനിറ്റ് എൻ്റെ ഈ മറുപടി പറയുന്നതിൽ അതിൽ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ TP ജയചന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, ഈ വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റിയെല്ലാം നമ്മളിപ്പോൾ പറയുമ്പോൾ, തിരുവിതാംകൂറിൽ രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടനിൽ നിന്ന് ഒരു എഞ്ചിനീയറെ അടക്കം ഇവിടെ വിളിച്ചു വരുത്തി ഇതിൻ്റെ സർവേ നടത്തുന്നത് ശ്രീ ഗോവിന്ദമേനോനാണ് ആദ്യത്തെ സർവേ നടത്തുന്നത്. ഇത് മാത്രമല്ല, ഒരു കാര്യം അറിയേണ്ടത്, വിഴിഞ്ഞത്ത് ചെറിയ തോതിലൊരു തുറമുഖം ആരംഭിക്കുന്നത്, ഹാർബറായി ആരംഭിക്കുന്നത് 1957 സഖാവ് EMSൻ്റെ ആ ഗവൺമെൻറ്റിൽ അന്ന് മന്ത്രിയായിരുന്ന സഖാവ് TA മജീദ്, അദ്ദേഹം വർക്കലയിൽ നിന്നായിരുന്നു നിയമസഭാംഗം, അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം കുറിക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം അടച്ചാക്ഷേപിച്ച് തലയിലേക്ക് വെച്ച് കിട്ടുന്ന ഒരു കുരിശുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏഷ്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിച്ച സഖാവ് VK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്താണ്, കഴക്കൂട്ടത്താണ്. എല്ലാത്തിനും പലപ്പോഴും പ്രക്ഷോഭങ്ങൾ വേണ്ടിവരും, ചെറുത്തുനിൽപ്പ് വേണ്ടിവരും, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ചെയ്യേണ്ടതായിട്ട് വരും. മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ തൊഴിൽ, കൂലി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും. മനുഷ്യൻ്റെ ജീവനും ജീവിതവും തൊഴിലും കൂലിക്കും അപ്പുറത്തേ ഉള്ളൂ ഇത്തരത്തിലുള്ള എല്ലാ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും. ഇനി ഇവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ ഈ പറയുന്നതായിട്ടുള്ള പോർട്ട്, ടെർമിനൽ, ഇതിൻ്റെ ടെർമിനോളജിയിലുള്ള തർക്കങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ഇരിക്കട്ടെ. സഖാവ് പിണറായി വിജയൻ സെബിയുടെ ചെയർമാൻ എഴുതിയിട്ടുള്ള കത്തിൽ അദ്ദേഹം 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം 4 കാര്യങ്ങളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇപ്പോൾ വിദേശത്ത് നിന്ന് നിക്ഷേപം വരിക, വിദേശത്ത് നിന്ന് നിക്ഷേപം വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ശ്രീ ആദികേശവൻ വളരെ ദീർഘനാൾ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പണി ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുന്ന നിലയിലേക്ക് പോയാൽ അദ്ദേഹം അടക്കം എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഞാനവിടെ അക്കൗണ്ട് ഹോൾഡർ മാത്രമാണ്, പക്ഷേ ഞാൻ എതിർക്കും ഇക്കാര്യത്തെ സംബന്ധിച്ച്. നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാത്രം അതിൻ്റെ ആദായത്തിൽ, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ 110% വർധനവ് തൊട്ട് തലേ കൊല്ലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 19,000-20,000 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റായി LICയുടേത് അടക്കമുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് കൊടുക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ BJPയെ പ്രതിനിധീകരിച്ച് ഒരു വക്താവ് പറയുന്നെങ്കിൽ, ഇന്ത്യയിൽ ഇന്ന് ലാഭത്തിലടക്കം പ്രവർത്തിക്കുന്ന 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തലവന്മാരില്ല. പാർട്ട് ടൈം തലവന്മാരെ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള അഡ്ഹോക് മെക്കാനിസത്തിലാണ് നടക്കുന്നത്. ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ MSC വരുന്നത്, അവരുടേതായ നിക്ഷേപം ഉണ്ടാകുന്നത്, പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നത്, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ശരി, നമുക്ക് അത്തരം കാര്യങ്ങൾ അത് നമുക്ക് ചർച്ച ചെയ്ത് അത് സ്വാഗതം ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ നിലവിലുള്ളതിനെ അവർക്ക് നൽകുക എന്നുള്ളത്
ഞാനിപ്പോൾ പറയുന്നതല്ല, എന്നോട് ക്ഷമിക്കണം. ഈ കൂടാരത്തിനകത്ത് തലവയ്ക്കാൻ ഒട്ടകത്തിന് അറബി അനുവദിച്ചിട്ട് അറബി കൂടാരത്തിൽ നിന്ന് പുറത്തായതുപോലുള്ളൊരു ഗതികേടിലേക്ക് പോകരുത് എന്ന് ഈ കേരളീയർക്ക് അങ്ങനെ ഒരു കാര്യം അവർക്ക് തോന്നിപ്പോയാൽ അവരെ എല്ലാവരെയും ഈ വരട്ട് തത്വവാദികളും പ്രത്യയശാസ്ത്ര രോഗികളുമൊക്കെയായി മുദ്ര കുത്തുന്നത് അതൊരു ശരിയായ പ്രവണതയല്ല. ശരി, എന്തായാലും നമുക്ക് ചർച്ചയ്ക്കുള്ള സമയവും അവസാനിച്ചിരിക്കുന്നു. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെയാണ് നടക്കേണ്ടത്? സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ആവശ്യമുണ്ട്. സംസ്ഥാന സർക്കാർ വിവിധ കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും അനുമതി കൊടുക്കുക. അതിനൊരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ. അപ്പോൾ അതിൽ ഉയർന്നിട്ടുള്ള പല വിഷയങ്ങളിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി 4 പേർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.